വിശദമായ റിപ്പോർട്ടുകളിലേക്ക് ആദ്യം മഴ വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് എങ്ങും അതിശക്തമായ മഴ തുടരുകയാണ്. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന മുന്നറിയിപ്പ്. കനത്ത മഴയിൽ എറണാകുളം ജില്ലയിലെ താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിലും മഴ കനക്കും. ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ച്, ലോ റേഞ്ച് മേഖലകളിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിൽ പീരുമേട് 89 മില്ലിമീറ്റർ മഴ പെയ്തു. ദേവികുളം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോഴിക്കോടും മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. പലയിടത്തും മരങ്ങൾ കടപുഴകി, മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഭീഷണിയും ഒക്കെ നിലനിൽക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ആദ്യം കൊച്ചിയിൽ നിന്നാണ് ദേവൻ ചേരുന്നുണ്ട്. ദേവൻ, അറിയാം, നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ശക്തമായ മഴ തുടരുന്ന സാഹചര്യം തന്നെയാണ് കാണുന്നത്. ഇന്നാണെങ്കിലും പുലർച്ചെ മുതൽ വീണ്ടും മഴ, ഇന്നലെയും മഴ. എന്താണ് നിലവിലെ സാഹചര്യം? നമുക്ക് ഏത് മഴ മുന്നറിയിപ്പാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്? വീണ, കൊച്ചിയിൽ ഇപ്പോൾ കാലാവസ്ഥ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് യെല്ലോ അലർട്ടാണ്. എന്നാൽ ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. ഇപ്പോഴും മഴ തുടരുന്നൊരു സ്ഥിതി തന്നെയാണ് ഉള്ളത്. എന്നാൽ തുടർച്ചയായ ഒരു മഴ ഇപ്പോൾ എറണാകുളം ജില്ലയിൽ പെയ്യുന്നില്ല. പെയ്യുന്ന മഴയ്ക്ക് തന്നെ കാഠിന്യം കുറഞ്ഞ ഒരു അവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രിയിലുണ്ടായ വെള്ളക്കെട്ട് എല്ലാം തന്നെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇനിയും മഴ ഈ ഒരു രീതിയിൽ തന്നെ തുടർന്നു കഴിഞ്ഞാൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമാകും. മുൻപ് എല്ലാം സ്ഥിരമായി വെള്ളക്കെട്ട് ഉണ്ടാകുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ ഇന്നലെ രാത്രി ചെറിയ രീതിയിലെല്ലാം വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു നേരിയ വ്യത്യാസമെല്ലാം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ലയിലെ KSRTC ബസ് സ്റ്റാൻഡിന്റെ ഉൾവശമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി കൂടി സന്ദർശിച്ച ഒരു സ്ഥലമാണ്. വെള്ളക്കെട്ട് സ്ഥിരമായി ഉണ്ടാകുന്നതിനെ പറ്റിയിട്ടും അതോടൊപ്പം തന്നെ മറ്റ് പരാതികളുമെല്ലാം കേട്ട ഗതാഗത മന്ത്രി ഒരു അടിയന്തര പരിഹാരം കാണണമെന്നുള്ള നിർദ്ദേശമെല്ലാം ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് നൽകി മടങ്ങിയ ഒരു സ്ഥലം കൂടിയാണ്. എന്നാൽ ഇവിടുത്തെ സ്ഥിതിക്ക് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല എന്ന് കൂടി നമുക്ക് കാണാൻ കഴിയും. ബസ് സ്റ്റാൻഡിന്റെ ഉൾവശങ്ങളിലെല്ലാം തന്നെ ഇന്നലെ രാത്രിയിൽ പെയ്ത മഴയോട് കൂടി തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ജില്ലയിൽ വരുന്ന യാത്രക്കാർക്കെല്ലാം തന്നെ ബസ് സ്റ്റാൻഡിനുള്ളിലേക്ക് കയറി നിന്നുകൊണ്ട് ബസ് കാത്തു നിൽക്കാനും ഒപ്പം തന്നെ മറ്റു ഇടങ്ങളിലേക്ക് സഞ്ചരിക്കാനുമുള്ള സാധ്യതയൊന്നുമില്ല. അതോടൊപ്പം തന്നെ ജില്ലയിൽ തീരദേശ മേഖലകളിലും കടലാക്രമണം രൂക്ഷമാണെന്നുള്ളത് കൂടി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വ്യത്യസ്തമായി തീരദേശ മേഖലയിൽ ശക്തമായ ഒരു കടലാക്രമണ ഭീഷണി തന്നെയാണ് നിലനിൽക്കുന്നത്. എടവനക്കാട് അടക്കമുള്ള മേഖലകളിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കടൽ കയറിയ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ജില്ലയുടെ മലയോര മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം പുലർത്തണമെന്നുള്ള കാര്യം ഇപ്പോൾ കളക്ടർ അടക്കം ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെയുള്ള രാത്രി യാത്രാ നിരോധനമൊക്കെ കളക്ടർ ഇന്നലെ പുറപ്പെടുവിച്ചിരുന്നു. ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണിയൊക്കെ നിലനിൽക്കുന്നതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ജില്ലയിൽ ഇപ്പോൾ പരക്കെ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഒപ്പം തന്നെ കടുത്ത ജാഗ്രതാ നിർദ്ദേശത്തിനും ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളോ ഒന്നും തന്നെ ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. എന്നാൽ മഴ ഈ രീതിയിൽ തുടരുകയാണെന്നുണ്ടെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കം തുറന്നുകൊണ്ട് അടിയന്തര സാഹചര്യത്തെ നേരിടാനായിട്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കുമുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. വീണ, ദേവൻ, ഈ കൊച്ചിയെ സംബന്ധിച്ച് അതിശക്തമായ ഒരു മഴ പെയ്താൽ പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു സ്ഥലമായി കൊച്ചി മാറുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഈ കുണ്ടന്നൂർ ഭാഗത്ത്, തേവര ഭാഗത്തൊക്കെ അതിശക്തമായ മഴയിൽ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടും കുഴിയും രൂപപ്പെട്ട വാർത്ത. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഗതാഗതം അതൊക്കെ ഏത് രീതിയിലാണ് കൊച്ചിയെ സംബന്ധിച്ച് ഇപ്പോൾ? നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നുണ്ട്. അതായത് റോഡുകളിൽ വെള്ളക്കെട്ടൊക്കെ രൂക്ഷമാകുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ കുണ്ടന്നൂർ, മരട് മേഖലകളിലാണെങ്കിൽ പോലും അതോടൊപ്പം തന്നെ MG റോഡ് അടക്കമുള്ള മേഖലകളിലെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമാണ്. എന്നാൽ ഗതാഗത സൗകര്യത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള വെള്ളക്കെട്ട് ഇതുവരെയും ഈ പ്രദേശങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. വീണ, ഗതാഗതത്തിനൊന്നും ഇതുവരെയും ബുദ്ധിമുട്ട് എവിടെയും റിപ്പോർട്ട് ചെയ്തതായിട്ടില്ല. എന്നാൽ ഈ കാന നിർമ്മാണത്തിലെ അപാകതകളടക്കം മുൻപ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പോലെ തന്നെ നഗരത്തിലെ കാന നിർമ്മാണത്തിലെ അപാകതകളടക്കം കാരണം റോഡുകളിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ശക്തമായൊരു മഴ, ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ തുടർച്ചയായി ജില്ലയിൽ മഴ ലഭിച്ചു കഴിഞ്ഞാൽ ഇവിടങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ജില്ലയിൽ പലയിടത്തുമുള്ളത്. മുൻപും അത്തരം കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ മാസം പെയ്ത മഴയിൽ തന്നെ ജില്ലയിലെ
വെള്ളക്കെട്ടിനെ പറ്റിയിട്ടുള്ള വാർത്തകളെല്ലാം നിരവധി ചർച്ചയായ ഒരു കാര്യം കൂടിയാണ്. കൊച്ചി നഗര കോർപ്പറേഷനും അടക്കം ചർച്ചയായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലെല്ലാം നഗരത്തിൽ അതിനുശേഷം ഒരു അടിയന്തരമായിട്ട് കാനകളുടെ ശുചീകരണം അടക്കമുള്ള കാര്യങ്ങളെല്ലാം നഗരസഭയും ഒപ്പം തന്നെ മറ്റ് നഗരസഭകളും ജില്ലയിൽ തന്നെ കളമശ്ശേരി അടക്കമുള്ള പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടങ്ങളിലെല്ലാം തന്നെ ഒരു അടിയന്തര സാഹചര്യത്തിൽ കാന ശുചീകരണവും ഒപ്പം തന്നെ മറ്റ് മുന്നൊരുക്കങ്ങളെല്ലാം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടായിരിക്കാം ഇപ്പോൾ എന്തായാലും നഗരത്തിൽ ഇപ്പോൾ പെയ്ത മഴകൾ ഇതുവരെയും രൂക്ഷമായൊരു വെള്ളക്കെട്ട് ഇതുവരെയും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ പറയുന്ന പോലെ തന്നെ കാലവർഷം ഇനിയും ശക്തമാകും എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അടക്കം നൽകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാലവർഷം ശക്തമാകുന്നതോടുകൂടി ജില്ലയിൽ ഈ പറയുന്ന പോലെ വിവിധ ഭാഗങ്ങളിലെല്ലാം രൂക്ഷമായ വെള്ളക്കെട്ടും ഒപ്പം അതൊരു ഗതാഗത തടസ്സത്തിലേക്കുമുള്ള സാഹചര്യത്തിലെല്ലാം ഒരുപക്ഷെ വഴിവെച്ചേക്കാം. വീണ. ശരി ദേവൻ, എന്തായാലും കൊച്ചിയെ സംബന്ധിച്ച മഴയുണ്ടെങ്കിൽ പോലും അല്പം ആശ്വാസകരമായ വാർത്തയാണ് പുലർച്ചെ വരുന്നത്. അത് മറ്റൊന്നുമല്ല, വെള്ളക്കെട്ടുണ്ടെങ്കിലും അതിരൂക്ഷമായ വെള്ളക്കെട്ടിലേക്കൊന്നും കൊച്ചിയിൽ കടന്നിട്ടില്ല. ഒപ്പം തന്നെ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഴ വിട്ടുവിട്ടാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ദേവൻ കൊച്ചിയിൽ നിന്ന് നൽകുന്ന വിവരം. തിരുവനന്തപുരത്ത് നിന്ന് ആതിര സരസ്വത് ഇപ്പോൾ കൂടുതൽ മഴ വാർത്തകളുമായി ചേരുന്നുണ്ട്. ആതിര, നിലവിൽ തിരുവനന്തപുരത്ത് ഏത് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? മഴ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ പെയ്യുന്നത്? വീണ, തിരുവനന്തപുരത്ത് മഴ മുന്നറിയിപ്പുകൾ ഒന്നുമില്ലെങ്കിൽ തന്നെയും കഴിഞ്ഞ രാത്രി മുതൽ നല്ല തോതിൽ മഴ പെയ്യുന്നുണ്ട്. നിലവിലും മഴയ്ക്കൊരു ശമനമുണ്ടെങ്കിലും പുലർച്ചെയൊക്കെ അതിയായ മഴയുണ്ടായിരുന്നു. ചെറിയ തോതിൽ കാറ്റ് വീശുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡുമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുവെ വടക്കൻ ജില്ലകളിൽ മഴ കനക്കാനുള്ള സാഹചര്യം കാണുന്നത്. തെക്കൻ ജില്ലകളിലൊന്നും തന്നെ, തിരുവനന്തപുരം അടക്കമുള്ള തെക്കൻ ജില്ലകളിലൊന്നും തന്നെ മഴ മുന്നറിയിപ്പും നൽകിയിട്ടില്ല. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂർ, തിരുവനന്തപുരം, കാസർഗോഡ് ജില്ലകളിലെ കടൽ തീരത്ത് പ്രത്യേക ശ്രദ്ധ വേണമെന്ന ഒരു മുന്നറിയിപ്പും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഇറക്കിയിട്ടുണ്ട്. മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കടൽക്ഷോഭത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. തുടർച്ചയായി മഴ പെയ്യുന്ന മലയോര മേഖലകളിലും തീരദേശ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ജാഗ്രത ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. മലയോര പ്രദേശങ്ങളിലേക്കുള്ള രാത്രി യാത്ര ഒഴിവാക്കണം. അതുപോലെ തന്നെ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. വീണ. ശരി, എന്തായാലും ആതിര സരസ്വത് തുടരുക. നമുക്ക് കൂടുതൽ മഴ വാർത്തകൾ ഇനിയും അറിയേണ്ടതുണ്ട്. ഇനി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആൽവിൻ, ഇടുക്കിയെ സംബന്ധിച്ച് ഹൈ റേഞ്ച്, ലോ റേഞ്ച് മേഖലകളിലൊക്കെ ശക്തമായ മഴ തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ തന്നെ പീരുമേട് 89 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. അതൊരു ചെറിയ സംഖ്യ അല്ല എന്തായാലും. അപ്പോൾ നിലവിലെ സാഹചര്യം എന്താണ്? ഏത് അലേർട്ടാണ് ജില്ലയിൽ നൽകിയിരിക്കുന്നത്? മഴ മുന്നറിയിപ്പുകളൊക്കെ എപ്രകാരമാണ്? മഴ ഏത് രീതിയിലാണ് ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ പെയ്യുന്നത്? അതിശക്തമായി തന്നെയാണ് ലോ റേഞ്ച്, ഹൈ റേഞ്ച് മേഖലകളിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ തുടരുകയാണ്. വിവിധ ഇടങ്ങളിൽ അതിശക്തമായ മഴ തുടരുന്നു. ഇപ്പോഴും ഇടവിട്ടുള്ള മഴകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. 89 മില്ലിമീറ്റർ മഴ പെയ്ത പീരുമേടാണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 89 മില്ലിമീറ്റർ മഴയാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. ഇടുക്കിയിലാകട്ടെ 56.2, മൂന്നാറിൽ 46 മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മേഖലകളിലൊക്കെയും മഴ ശക്തമായ പെയ്യുന്നുണ്ട്. ദേവികുളം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട് കളക്ടർ. ചെറു ഡാമുകളായ കല്ലാർകുട്ടി, പാമ്പള തുടങ്ങിയ ഡാമുകളുണ്ട്. അവ ആവശ്യമെങ്കിൽ ഷട്ടറുകൾ ഉയർത്തുന്നതിന് വേണ്ട അനുമതി ജില്ലാ കളക്ടർ ഇന്നലെ രാത്രി തന്നെ നൽകിയിരുന്നു. പക്ഷേ ഇതുവരെ ഷട്ടറുകൾ ഉയർത്തിയിട്ടില്ല. ഈ മഴ കൂടുതൽ ശക്തമാകുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ 2 ഡാമുകളിലെയും, ചെറു ഡാമുകളായ കല്ലാർകുട്ടിയുടെയും പാമ്പളയുടെയും ഷട്ടറുകൾ ഉയർത്തും. അങ്ങനെയെങ്കിൽ പെരിയാറിന്റെയും മുതിരപ്പുഴയാറിന്റെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന സംഭവം, മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയുള്ള യാത്ര പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ജില്ലാ കളക്ടർ ഇറക്കിയിട്ടുണ്ട്. എപ്പോഴും ഇവിടെ മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതുകൊണ്ട് ഈ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയുള്ള യാത്രയ്ക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മറ്റൊരു സംഗതി പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ രാത്രിയിലൊക്കെയും ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ മണ്ണിടിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പുളിയന്മല കുമളി റോഡിൽ പുറ്റടി മൃഗാശുപത്രിക്ക് സമീപം മണ്ണിടിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായി. ചെറുതോണി കുളമാവ് റൂട്ടിൽ ചേരി എന്ന സ്ഥലത്ത് മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇതൊക്കെയും ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം രാത്രി തന്നെ എത്തുകയും ഇവ വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ രാത്രികാല ഗതാഗത നിരോധനം തുടർന്ന് ഉണ്ട് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പുതിയ ഉത്തരവ് വന്നാൽ മാത്രമേ അതിൽ മാറ്റം വരികയുള്ളൂ. ഏതായാലും
അതിശക്തമായ മഴ ഈ പ്രദേശങ്ങളിലൊക്കെ പെയ്യുന്നുണ്ട്. കനത്ത ജാഗ്രതാ നിർദ്ദേശം ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് വെള്ളക്കെട്ടിലേക്കുമൊക്കെ ആളുകൾ പോകുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ജാഗ്രതാപൂർവ്വം വേണം അത്തരം നടപടികളിൽ പോകണമെന്നുള്ളതാണ് കളക്ടർ അറിയിച്ചിട്ടുള്ളത്. ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ച് ലോ റേഞ്ച് മേഖലകളിൽ ഇപ്പോഴും മഴ ശക്തമായി തുടരുന്നു എന്ന് തന്നെ പറയാം. വീണ, ഹൈറേഞ്ച് ലോ റേഞ്ച് മേഖലകളിലെല്ലാം ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നെന്നാണ് ആൽവിൻ തോമസ് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ പീരുമേട് മാത്രം 89 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. ഒപ്പം തന്നെ ദേവികുളം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആൽവിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്ന്. നമുക്ക് കൊച്ചിയിലേക്ക് ഒരു വട്ടം കൂടി പോകേണ്ടതുണ്ട്. ദേവൻ MP ചേരുന്നുണ്ട്. ദേവൻ, ഏത് ഭാഗത്താണ് ദേവൻ ഇപ്പോൾ നിൽക്കുന്നത്? എന്താണ് അവിടെ നിന്ന് നൽകാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ ബസ് സ്റ്റാൻഡിലാണ്, എറണാകുളം ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ ഇപ്പോൾ നിലവിൽ ബസ് സ്റ്റാൻഡിന് ഉൾവശങ്ങളിലെല്ലാം തന്നെ രൂക്ഷമായൊരു വെള്ളക്കെട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ യാത്രക്കാരെല്ലാം തന്നെ മുൻപുമെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഗതാഗത മന്ത്രി അടക്കം നേരിട്ട് വന്ന് സന്ദർശിച്ചൊരു സ്ഥലം കൂടിയാണ്. യാത്രക്കാർക്കാർക്കും തന്നെ ഇത്തരമൊരു ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പോലും ബസ് സ്റ്റാൻഡിന് ഉള്ളിൽ കയറി നിന്നുകൊണ്ട് ബസ് കാത്തു നിൽക്കാനോ അല്ലെങ്കിൽ രൂക്ഷമായ മഴ പെയ്യുമ്പോൾ പോലും ഈ ഉള്ള സ്ഥലം, ഈ ചെറിയൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് വേണം അവർക്ക് മഴ കൊള്ളാതെ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കാനുമെല്ലാം. ഇപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരുടെ തന്നെ നമുക്ക് പ്രതികരണം ചെയ്യാൻ പറ്റും. ചില ദൂരദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ ബസ് സ്റ്റാൻഡിന് ഉള്ളിൽ കയറുന്നത് മഴ കഴിയുന്ന സാഹചര്യങ്ങളിലെല്ലാം ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. കേരളത്തിലെ ബസ് സ്റ്റാൻഡുകളിൽ മോശപ്പെട്ട ബസ് സ്റ്റാൻഡ് എറണാകുളം ബസ് സ്റ്റാൻഡാണ്. അതിപ്പോൾ വർഷങ്ങളായിട്ടുള്ളതാണ്. KSRTCയുടെ അനാവസ്ഥയും അതുപോലെ കോർപ്പറേഷൻ്റെയും ഈ ഇപ്പോൾ പുറകോട്ട് പോയിക്കാണ്. യാത്രക്കാരിരിക്കുന്ന പ്രദേശത്താണ് കൂടുതൽ വെള്ളം കെട്ടിയിരിക്കുന്നത്. അപ്പോൾ പലവിധ അസുഖങ്ങളും ബഹളങ്ങളും യാത്രക്കാർക്ക് ഉണ്ടാകാറുണ്ട്. കുട്ടികളായിട്ട് വരുമ്പോൾ ഇതിനും രൂക്ഷമായുള്ള പ്രശ്നങ്ങളാണ്. ഇതൊരു അറുതി വരുത്തണം. സർക്കാർ അതിന് മുന്നോട്ട് ഇറങ്ങണമെന്നുള്ളതാണ്. അതാണ് മുൻപ് പലപ്പോഴും ഈ പരാതികളെല്ലാം ഉദ്യോഗസ്ഥരോടത്തും എല്ലാം ഉന്നയിച്ചിട്ടുള്ളതാണ്. എന്നാൽ പോലും ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എറണാകുളം ബസ് സ്റ്റാൻഡിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. ഇവിടുത്തെ യാത്രക്കാർ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ബസ് സ്റ്റാൻഡിനുള്ളിൽ തങ്ങി നിൽക്കുന്ന വെള്ളമെല്ലാം ഒപ്പം തന്നെ എത്രമാത്രം രോഗവ്യാപനത്തിന് കാരണമാക്കും എന്നുള്ള ഒരു ആശങ്ക കൂടി ഇവിടെ വരുന്ന യാത്രക്കാർ ഉന്നയിക്കാറുണ്ട്. വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ രൂക്ഷമാണ്. ഈ യാത്രക്കാർക്ക് കയറി നിൽക്കാനുള്ള ഇടമോ അല്ലെങ്കിൽ ബസ് കാത്തു നിൽക്കാനുള്ള ഒരു അവസരമോ ഒന്നും ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഈ വെള്ളക്കെട്ടിലെല്ലാം തന്നെ രൂക്ഷമായൊരു രോഗവ്യാപനത്തിനുള്ള ഒരു സാധ്യത കൂടിയാണ് ഇപ്പോൾ യാത്രക്കാരടക്കം ഉന്നയിച്ച് കാണിക്കുന്നത്. അത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതുമാണ്. പല മേഖലകളിലും മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി അടക്കം ജില്ലയിൽ ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വെള്ളക്കെട്ട് രൂക്ഷമാകുമ്പോഴത്തേക്കും ജലജന്യ രോഗങ്ങൾ പടരാനുള്ള ഒരു സാഹചര്യം കൂടി ജില്ലയിൽ ഉള്ളത്. വീണ, ദേവൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ മഴ സമയത്ത് അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. വിവിധ പരീക്ഷകൾക്കൊക്കെ വരുന്ന ആളുകൾ ആ കൂട്ടത്തിൽ ചിലപ്പോഴുണ്ടാവും. അപ്പോൾ ഈ മഴ എന്ന് പറയുമ്പോൾ അത് പെയ്ത് അതിൽ യാത്രാ ദുരിതം അനുഭവിക്കുന്ന ഒരുപറ്റം ആളുകളും ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ പരീക്ഷകൾക്കൊക്കെ വന്ന് അല്ലെങ്കിൽ മഴ കാരണം മാറി നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ആ കൂട്ടത്തിലുണ്ടോ? ഇപ്പോൾ ബസ് സ്റ്റാൻഡ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. നിലവിൽ യാത്രക്കാരുടെ എണ്ണവും വളരെ കുറവാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചത് തന്നെ ബസ് സ്റ്റാൻഡിന്റെ ഒരു സാഹചര്യം ഇങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പൊതുവെ യാത്രക്കാർക്കെല്ലാം തന്നെ എറണാകുളം ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ബസ് കാത്തു നിൽക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലൊരു മടുപ്പ് ഇപ്പോൾ തന്നെ യാത്രക്കാരെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. മുൻപെല്ലാം നമ്മൾ ഇവിടെ വരുമ്പോൾ യാത്രക്കാരടുത്തെല്ലാം സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം കൂടിയാണ്, ജില്ലയിലെ ഏറ്റവും മോശം ഒരു ബസ് സ്റ്റാൻഡ്, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മോശം ബസ് സ്റ്റാൻഡ് എന്നുള്ള ഒരു വാദം ഈ യാത്രക്കാർ തന്നെ ഉന്നയിക്കാറുണ്ട്. അത് തന്നെ പരമാവധി എറണാകുളം ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാനായിട്ടുള്ള ഒരു ശ്രമം പോലും നടത്താറുണ്ടെന്ന് തന്നെ ചില യാത്രക്കാർ നമ്മുടെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ യാത്രക്കാർ വളരെ എണ്ണത്തിൽ കുറവാണ്. ഇവരെല്ലാം തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം ബസ്സിനായി കാത്തു നിൽക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റ് ബുദ്ധിമുട്ടുകൾ ആരും അങ്ങനെ യാത്രക്കാർ ഈ പറയുന്ന വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരമുള്ള ബുദ്ധിമുട്ടുകൾ ആരും തന്നെ ഇതുവരെ യാത്രക്കാരും സൂചിപ്പിച്ചിട്ടില്ല. എന്നാൽ പോലും ബസ് കാത്തു നിൽക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ പറ്റിയിട്ട് യാത്രക്കാരെല്ലാം തന്നെ സ്ഥിരമായി ഉന്നയിക്കുന്ന ഒരു പരാതി അവരുടെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ബസ് കാത്തു നിൽക്കുമ്പോഴൊന്നും തന്നെ കൃത്യമായൊരു സുരക്ഷ അല്ലെങ്കിൽ ഒരു മഴ കൊള്ളാതെ ബസ് കാത്തു നിന്ന് യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇതുവരെയും എറണാകുളം ബസ് സ്റ്റാൻഡിനുള്ളിൽ ഒരുക്കിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയണം.
ദേവൻ, കൊച്ചിയെ സംബന്ധിച്ച് ഈ പനിയിൽ വിറച്ചു നിൽക്കുന്ന ഒരു സമയമാണ് കൊച്ചി. ദിനം പ്രതി ഓരോ ദിവസവും പനി ബാധിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യമാണ്. അപ്പോൾ ഈ തിമിർത്ത് പെയ്യുന്ന മഴയിൽ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ആരോഗ്യ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നത്? ജലജന്യ രോഗങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണല്ലോ ഇപ്പോൾ. തീർച്ചയായും വീണ, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പോൾ ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ജലജന്യ രോഗങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. കാക്കനാട് ഫ്ളാറ്റ് സമുച്ചയത്തിലടക്കം ജലജന്യ രോഗങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന്റെ സുരക്ഷയടക്കം കാക്കനാട് MLA ഉമാ തോമസ് അടക്കം അത് സൂചിപ്പിച്ചൊരു കാര്യം കൂടിയാണ്. വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന്റെ സുരക്ഷയടക്കം ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഞ്ഞപ്പിത്തം ആയിക്കോട്ടെ, ഡെങ്കിപ്പനി ആയിക്കോട്ടെ, ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കളമശ്ശേരിയിൽ അതുപോലെ തന്നെ വേങ്ങൂർ പഞ്ചായത്തിലടക്കം മഞ്ഞപ്പിത്ത ഭീഷണിയും എല്ലാം നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പും ഒരു അടിയന്തര സാഹചര്യത്തെ നേരിടാനുള്ളൊരു മുൻകരുതലുകൾ എടുക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി വെക്കുന്നുണ്ട്. അതിനുള്ള മുന്നറിയിപ്പുകളെല്ലാം തന്നെ നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ രൂക്ഷമായ വെള്ളക്കെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ യാത്ര ഒഴിവാക്കുക. അത്തരം സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുമ്പോൾ പരമാവധി ഈ വെള്ളക്കെട്ടുകളിൽ നിന്നും ഇറങ്ങി നടക്കാതെ അത് ഒഴിവാക്കി ഉള്ള യാത്ര ഉറപ്പാക്കണമെന്നുള്ള അടക്കമുള്ള മുന്നറിയിപ്പുകളെല്ലാം ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം എത്തരത്തിലൊരു സാധാരണക്കാരന് സാധ്യമാകുമെന്നുള്ളൊരു ചോദ്യം കൂടി നമുക്ക് അവിടെ ഉന്നയിക്കാൻ പറ്റും. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്ന ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരിമിത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ഒരു യാത്രക്കാരന് അവിടെ ഒരു യാത്ര സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഈ ആരോഗ്യവകുപ്പ് അല്ലെങ്കിൽ അധികാരികൾ നൽകുന്ന മുന്നറിയിപ്പെല്ലാം എത്രത്തോളം പാലിക്കപ്പെടാം. ദേവൻ പറയുന്നത് വ്യക്തമാണ്. ദേവൻ എറണാകുളം ബസ് സ്റ്റാൻഡിന്റെ സമീപത്ത് നിന്നാണ് ദേവൻ ഇപ്പോൾ ചേർന്നത്. യാത്രാ ദുരിതവും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നതാണ്. ധാരാളം ആളുകൾ ഓരോ കാര്യങ്ങൾക്കായി അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ബസ്സുകൾ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. ചില സമയങ്ങളിൽ കനത്ത മഴ പെയ്യുന്നു, ചിലപ്പോൾ ചാറ്റൽ മഴയിലൂടെയൊക്കെ വരുന്നു എന്നാണ് ദേവൻ ഇപ്പോൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഇർഫാൻ ഇബ്രാഹിം സേട്ട് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ഇർഫാൻ, കോഴിക്കോടിനെ സംബന്ധിച്ച് മഴ പെയ്യുമ്പോൾ അത്ര സുഖകരമല്ലാത്ത വാർത്ത കേൾക്കുന്ന ഒരു ജില്ല തന്നെയാണ് കോഴിക്കോടും. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോഴിക്കോട് മഴ ശക്തമായി തുടരുകയാണ്. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണു. മലയോര മേഖലകളിലെല്ലാം മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. നിലവിൽ കോഴിക്കോട് ഏത് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? മഴയുടെ സാഹചര്യം എങ്ങനെയാണ് അവിടെ? വീണ, കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ മഴയ്ക്കൊൽപ്പം ശമനമുണ്ട് എന്ന് പറയാൻ കഴിയും. ഇന്നലെ അർദ്ധരാത്രി മുതൽ അതിശക്തമായ മഴയാണ്. ഇന്നലെ പുലർച്ചെ മുതൽ തന്നെ, അതായത് ഇന്നലെ അർദ്ധരാത്രിയും ഇന്ന് പുലർച്ചെയും അതിശക്തമായ മഴ പെയ്തിരുന്നെങ്കിലും ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ മഴയ്ക്കൊരൽപ്പം ആശ്വാസമുണ്ട്. ഇന്നലെ പകലും ഉച്ചയോടുകൂടി അതിശക്തമായ മഴ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളുണ്ടായിരുന്നു. ഇന്ന് അർദ്ധരാത്രി തൊട്ടിൽപ്പാലം പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. പലയിടത്തും മണ്ണിടിച്ചൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. ജില്ലയുടെ മലയോര പ്രദേശങ്ങളിലാണ് അതിശക്തമായ മഴ ഇപ്പോഴും തുടരുന്നത്. തൊട്ടിൽപ്പാലം പുഴയിലാണ് ഇന്നലെ അർദ്ധരാത്രിയും ഇന്ന് പുലർച്ചെയും മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. ഈ പുഴയുടെ തീരത്ത് താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശവും പോലീസും ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട മറ്റ് വകുപ്പുകളും ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതു സമയവും പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ എന്തിനേയും നേരിടാൻ സുസജ്ജമായ ഒരു കൺട്രോൾ ടീമും ജില്ലാ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ള കൺട്രോൾ ടീം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഏതായാലും മരങ്ങൾ കടപിടിക്ക് വീടുന്നൊരു സാഹചര്യമുണ്ട്. മറ്റ് അപകടങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ഇർഫാൻ പറയുന്നത് സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടും എല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ.